പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ കള്ളവോട്ടാരോപണം ശരിവെച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ പുറത്തുവിട്ട വിവരങ്ങൾ ഞെട്ടിക്കുന്നത്. കളക്ടർമാരുടെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പരാതി ശരിയാണെന്ന് കണ്ടെത്തി. കോട്ടയത്തും വൈക്കത്തും ഇടുക്കിയിലും പാലക്കാടും കോഴിക്കോടും തവനൂരും പരാതിയിൽ പറഞ്ഞ പ്രകാരം 70% കള്ളവോട്ടുകളുണ്ട്. കാസർകോട്ടും കള്ളവോട്ട്. BLOമാർ നേരിട്ട് പരിശോധിക്കാത്തതാണ് പ്രധാന പ്രശ്നം. ശുദ്ധീകരണ പ്രക്രിയ തുടരുകയാണെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ചു. കിട്ടിയ പരാതികൾ ഞങ്ങളത് പരിശോധിച്ച് ജില്ലാ കളക്ടർമാർക്ക് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടി ആദ്യത്തെ കംപ്ലൈൻറ്റ് കിട്ടിയപ്പോൾ കളക്ടർമാർക്ക് അയച്ചിട്ടുണ്ട്. അതായത് കളക്ടർമാർക്ക് മിക്കവാറും എല്ലാ കളക്ടർമാരുടെ റിപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ കംപ്ലൈൻറ്റിൽ 5 നിയോജക മണ്ഡലങ്ങളായിരുന്നു: കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കൊല്ലം, തൃക്കരിപ്പൂർ, കൊയിലാണ്ടി. അപ്പോൾ ഞങ്ങളത് കളക്ടർമാർക്ക് അയച്ചു. കളക്ടർമാർ ഇത് പ്രാഥമിക അന്വേഷണം ആണ് നടത്തിയത്. പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോൾ ഈ പരാതിയിലെ ഉന്നയിച്ച കാര്യങ്ങൾ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത് ഒരു പരിധി വരെ സത്യം തന്നെയാണ്. ഇരട്ട വോട്ടുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, കോട്ടയം ജില്ലയിലെ വെക്കം ഈ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത് 1606 ഇരട്ട വോട്ട് ചൂണ്ടിക്കാണി. പരിശോധിച്ചപ്പോൾ 590 അവിടെ ഡബിൾ എൻട്രീസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ 1168 ഇരട്ട വോട്ടിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. പ്രാഥമിക അന്വേഷണത്തിൽ 434 ഇതുവരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. തൃശ്ശൂരിലെ ചാലക്കുടി നിയോജക മണ്ഡലത്തിൻ്റെ കാര്യം, അവിടെ 570 ഇരട്ട എൻട്രീസിൻ്റെ ഇരട്ട വോട്ടേഴ്സിൻ്റെ പരാതിയായിരുന്നു. 100% ഇരട്ട വോട്ട് തന്നെയാണ് ചാലക്കുടിയിൽ. 570 അല്ലെ മുഴുവൻ ഇല്ല. ഇത് പ്രാഥമിക ഈ അന്വേഷണം ആണ്. ഇപ്പം ഞാൻ അതില്ല. കാരണം ഇത് പ്രാഥമിക we will I'm reading out, because this is going on right now. These are not final figures. അപ്പോൾ ഇതൊരു പ്രാഥമിക അന്വേഷണത്തിൽ പെട്ടെന്ന് 3 ദിവസത്തിനുള്ളിൽ എത്ര കണ്ടുപിടിക്കാൻ സാധിച്ചു? ഞങ്ങൾ കണ്ടുപിടിച്ചു, ഡയറക്ഷൻ കൊടുത്തിട്ട്. അപ്പോൾ ഇത് അന്വേഷണം മുന്നോട്ട് പോകും, നിർത്തിയില്ല. കാരണം നിർത്താനും പറ്റത്തില്ല, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വി ഡോണ്ട് വാണ്ട് ടു ഹൈഡ് എനിത്തിങ്. വി വാണ്ട് ടു മേക്ക് ഇറ്റ് ക്ലിയർ ദാറ്റ് then come to കോഴിക്കോട്. പറയുന്നുണ്ടല്ലോ. പാലക്കാട് 2400 ആണ് ചൂണ്ടിക്കാണിച്ചത്. അത് പരിശോധന നടത്തിയപ്പോൾ 800 കറക്റ്റാണ്, ഡബിൾ എൻട്രീസ് ഉണ്ട് 800. കോഴിക്കോട് 3767 മൾട്ടിപ്പിൾ എൻട്രീസ് ആണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ 50% ഇരട്ട എൻട്രീസ് തന്നെയാണ്. മലപ്പുറം തവനൂർ 4395 ആണ് ചൂണ്ടിക്കാണിച്ചത്. അതിൽ 70% ഇരട്ട വോട്ട്. അത് കളക്ടർ ഫിഗർ പറഞ്ഞിട്ടില്ല. അത് കളക്ടർ പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. Those collectors who have indicated the figure, I am telling you the figure. ഞാനൊന്നും ഇവിടെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്നില്ല കേട്ടോ. We are giving you the factual figures which have been identified in the preliminary inquiry. Okay. കാസർഗോഡ് 1053 ആണ്. ഇതിൽ 640 ഇരട്ട വോട്ട്. ഇത് ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, ഇവിടെ നിർത്തുന്നില്ല. ബിക്കോസ് നൗ യു വിൽ ആസ്ക് മീ വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. നമുക്ക് ഈ 20-ാം തീയതിക്ക് ശേഷം കിട്ടിയ അപേക്ഷ 9 ലക്ഷമാണ്. 9 ലക്ഷം. ഈ 9 ലക്ഷം അപേക്ഷ കിട്ടിയപ്പോൾ ഇതിൽ എത്രത്തോളം BLOമാർ ഫിസിക്കൽ ഇൻസ്പെക്ഷന് വേണ്ടി പോയിട്ടുണ്ട്, അത് ചെറിയ ഒരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. കാരണം കോവിഡിൻ്റെ സാഹചര്യത്തിൽ ചിലപ്പോൾ അവർ 100% ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക ചെയ്തിട്ടില്ല. അതുകൊണ്ട് കിട്ടിയ അപേക്ഷ എല്ലാം അതിൽ പോയി, ഈ സോഫ്റ്റ്വെയറിൽ പോയി. ആദ്യത്തെ കാര്യം.
അതിനുശേഷമാണ് ലാർജ് നമ്പർ 9 ലക്ഷമാണ് കിട്ടിയത് വിതിൻ 1.5 months. ബിക്കോസ് നമ്മൾ പ്രചരണം കൊടുത്തത് ഭയങ്കര ഒരു കൊടും കാട്ടും പോലെ ഒരു പ്രചരണമാണ്. എല്ലാ ആൾക്കാരും ഇതിൽ ഭാഗമാക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എവറിബഡി അപ്ലൈ. സെക്കൻഡ്ലി, ഇതൊക്കെ സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് എന്ന് ഇല്ല. ഇത് കാലാകാലങ്ങളായിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യം കൂടി പറയാം. ഇത് ഇതാണ് നമ്മുടെ ഓഫീഷ്യൽ ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നത്. സ്റ്റേറ്റ് വൈസ് ഫിഗേഴ്സ് ആണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ മൊത്തം ഇന്ത്യയിൽ തന്നെ ഈ പ്രശ്നമുണ്ട്. 26 lakh ഡബിൾ എൻട്രീസ് ഉണ്ട് പല സംസ്ഥാനങ്ങളിൽ. ഇതിൻ്റെ കോപ്പിയും നിങ്ങൾക്ക് തരാം. നമ്മുടെ കേരളത്തിലെ 20-ാം തീയതി വരെ 4,000 ആയിരുന്നു. ബട്ട് ഇഫ് യു സീ ദ ഫിഗേഴ്സ് ഓഫ് തമിഴ്നാടു, 1,27 lakhs. 12 lakhs. അപ്പോൾ ദിസ് ഈസ് ദ ഫിഗർ. ദിസ് ഈസ് ഹാപ്പനിങ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ്. ഈ ഇരട്ട വോട്ടർ വരാറുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിത് നിൽക്കാനുള്ള ഒരു തുടരുന്ന പ്രക്രിയയാണ്. നമ്മൾ ഈ ജനുവരിക്ക് മുൻപ് ഒഴിവാക്കിയത് ഏകദേശം 60,000 ഈ വർഷം തന്നെ ഒഴിവാക്കിയതാണ്. 60,000 ഇരട്ട വോട്ടുകൾ. അതെ, ഈ 20-ാം തീയതിക്ക് മുൻപ്. പിന്നെ ഇഫ് യു സീ ദ ഫിഗേഴ്സ് ഓഫ് ജനുവരി 19, നമ്മുടെ കേരളത്തിലെ 64 lakhs ഇരട്ട വോട്ട് എൻട്രീസ് ആയിരുന്നു, ഡബിൾ എൻട്രി. 64 lakhs, 2-3 ലക്ഷമല്ല, 64 lakhs കാലാകാലങ്ങളായിട്ട് കയറി. അതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഈ വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം. അപ്പോൾ ഈ ശുദ്ധീകരണ പ്രക്രിയ നടന്നു വരികയാണ്. ഈ ജനുവരി 1-ാം തീയതി 19 ഫിഗർ ആയിരുന്നു. ഈ തുടങ്ങിയത് എന്നാണ് ലോക്സഭാ സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ സ്റ്റാർട്ടഡ് എ വെരി ഇൻറ്റൻസീവ് ക്യാമ്പയിൻ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ടു ഡിലീറ്റ് ദിസ് DSEs, ഡെമോഗ്രാഫിക്കലി സിമിലർ എൻട്രീസ് ആണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു എലിക്കുട്ടനായിരിക്കും, അല്ലെങ്കിൽ എലിക്കുട്ടൻ പോലെ മറ്റേ എലിക്കുട്ടനായിരിക്കും എന്നാണ് പറഞ്ഞത്. ഇറ്റ് മേ ബി കറക്റ്റ്. ഈ മേ ബി എലിക്കുട്ടൻ ഓർ എലിക്കുട്ടൻ പോലെ ആയിരിക്കും. 50-50 ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ചെയ്യുന്നത്? ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിലെ ഇലക്ഷൻ കമ്മീഷൻ തന്നെയാണ് കണ്ടുപിടിച്ച് ഇതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കി ഞങ്ങൾക്ക് എല്ലാ വർഷം അയക്കാറുണ്ട്. ലിസ്റ്റ് അയക്കുമ്പോൾ ഞങ്ങൾ അതാത് താലൂക്ക് ഓഫീസിൽ ലിസ്റ്റ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തും. ഫിസിക്കൽ വെരിഫിക്കേഷൻ ഫോട്ടോ മാച്ച് ചെയ്തതിനു ശേഷം ഈ ആൾക്കാരെ കണ്ടുപിടിച്ച് ഇറ്റ് ഈസ് എ ടേബിൾ ടോപ്പ് എക്സർസൈസ് എല്ലാ വർഷം ചെയ്യാറുണ്ട്. ബട്ട് ദ BLOs ഹാവ് ടു ഡു ദി ഫിസിക്കൽ വെരിഫിക്കേഷൻ. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം അപ്പോൾ നിങ്ങൾ അടുത്ത ചോദ്യമായിരിക്കും, ഇത് എന്തുകൊണ്ട് ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല? വൈ ഡിഡ് യു വെയിറ്റ് ടിൽ രമേശ് ചെന്നിത്തലാജി ഓർ സം ലീഡർ ഹാവ് പോയിന്റഡ് ഇറ്റ് ഔട്ട്? ഇലക്ഷൻ കമ്മീഷൻ്റെ നിർദ്ദേശം പ്രകാരം നമുക്ക് ഈ DSEs ഇലക്ഷനിൽ പോകുന്ന സംസ്ഥാനങ്ങൾക്ക് DSEs ഒഴിവാക്കാൻ ഇപ്പോൾ that has been that is not permitted. What is the direction of the election commission? Demographically similar entries, എലിക്കുട്ടി അല്ലെങ്കിൽ എലിക്കുട്ടി പോലെ. മനസ്സിലായോ? ഷജീത്ത് അല്ലെങ്കിൽ ഷജീത്ത് പോലെ കാണുന്ന ഒരു ആളുണ്ട് അവിടെ. അപ്പോൾ ഷജീത്തും ആക്കാം, ഷജീത്ത് പോലെയും ആക്കാം. കാരണം ഒരു ഷജീത്ത് എന്നുള്ള 100 പേരെ ആയിരിക്കും ഒരു ഏരിയയിൽ പേര്. അപ്പോൾ ഫോട്ടോ 2 ആൾക്കാരുടെ ഫോട്ടോ ഒരുപോലെയാണ് കാണുന്നത് ചില. അപ്പോൾ ഷജീത്തും 5 പ്രാവശ്യം ഷജീത്ത് തന്നെ ആയിരിക്കും, ചിലപ്പോൾ ഷജീത്ത് ഉണ്ടാവില്ല. അങ്ങനെയാണ് ഇത്, അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പറന്മാർ, ഷജീത്തിൻ്റെ അപ്പറന്മാർ, കേട്ടോ, അങ്ങനെയാണ്. Now the direction of the election commission is for why we did not start removing these DSEs. It was advised that poll going states that their focus should be on speedy disposal of pending forms and not on DSEs. Therefore, the suo motu deletion, it will be taken care of after the elections.
ഇലക്ഷൻ കഴിഞ്ഞിട്ട് എല്ലാം അത് ചെയ്യുന്നുണ്ട് നമ്മൾ. ഇത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വി ഷുഡ് ഹാവ് സ്റ്റാർട്ടഡ് ഇറ്റ് നൗ. ദിസ് ഈസ് ദ ഡയറക്ഷൻ. ദാറ്റ് ഈസ് വൈ വി കനോട്ട് ഷോ മോട്ടോ ഡിലീറ്റ് ദീസ് പീപ്പിൾ. അത് നിയമപ്രകാരം സാധ്യമല്ല ഇപ്പോൾ, കാരണം ഇലക്ഷൻ മോഡിലാണ്. മൂന്നാമത്തെ കാര്യം പറയാം. അപ്പോൾ ഇവരെ നമ്മൾ എങ്ങനെ ഇവരെ ഒഴിവാക്കും? ടു പ്രിവെൻറ്റ് ദം ടു കാസ്റ്റ് ദി ബോഗസ് വോട്ട് എന്താണ് നമ്മൾ ചെയ്യുന്നത്? വി പ്രിപ്പയർ എ ASD ലിസ്റ്റ്, ആബ്സെൻറ്റി, സിഫ്റ്റഡ് ആൻഡ് ഡെഡ് വോട്ടേഴ്സ്. മിക്കവാറും എന്തുകൊണ്ടാണ് ഈ ചില ആൾക്കാർ നിങ്ങൾ പലപ്പോഴും ആപ്ലിക്കേഷൻ കൊടുക്കും ഒരു ആൾ തന്നെ. അപ്പോൾ ഒരു ആൾ 5 പ്രാവശ്യം അപേക്ഷ കൊടുത്താൽ 5 പ്രാവശ്യം ആളുടെ പേര് ഇതിൽ കയറും. ഷിഫ്റ്റ് ചെയ്താൽ നിങ്ങൾ പട്ടം വാർഡിൽ നിന്ന് പൂജാപുരയിലേക്ക് പോയപ്പോൾ പൂജാപുരയിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു, പുതിയ ആപ്ലിക്കേഷൻ, പക്ഷെ പട്ടത്ത് നിങ്ങളുടെ പേരുണ്ട്, അവിടെ നിന്ന് നീക്കിയില്ല. അപ്പോൾ രണ്ട് സ്ഥലത്തുമുണ്ട്. വി ഹാവ് എ ഫോം നമ്പർ 6. നിങ്ങളെല്ലാം അത് നോക്കണം, ശ്രദ്ധിച്ച്. വാട്ട് ദ ഫോം നമ്പർ 6 സേസ്. ഇതാണ് ഫോം നമ്പർ 6. ഇതിൽ അവസാനത്തെ പാരാഗ്രാഫ് ഇതാണ്. യുവർ നെയിം ഹാവ് ടു ബി ഡിലീറ്റഡ് ഫ്രോം ദ ഓൾഡ് പ്ലേസ്. അപ്പോൾ ഫോം നമ്പർ 6 ആൻഡ് ഫോം നമ്പർ 8. അപ്പോൾ ചില ആൾക്കാരെ ഫോം 6ന് പകരം ഫോം 8ന് പകരം ഫോം 6 അപ്ലൈ ചെയ്യും. ഫോം 8 ഈസ് മെൻറ്റ് ഫോർ കറക്ഷൻ ഇൻ യുവർ സ്പെല്ലിങ്സ്, അഡ്രസ് ഓർ എന്തെങ്കിലും ഒരു പിശക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡിൽ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി ഫോം 8 ആണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ട് പീപ്പിൾ അപ്ലൈ ഇൻ ഫോം 6. അപ്പോൾ വീണ്ടും നിങ്ങളുടെ പേര് വന്നു. നിങ്ങളുടെ അച്ഛൻ ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ മകനും വിചാരിക്കും അച്ഛനെ അപ്ലൈ ചെയ്തിട്ടില്ല, ഞാനും അച്ഛന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ മകനും അച്ഛനും സഹോദരിയും സഹോദരന്മാരും എല്ലാവർക്കും വേണ്ടി പരസ്പര ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോൾ വരുന്നുണ്ടല്ലോ ഇതിൽ. അതാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. സോ മൾട്ടിപ്പിൾ ടൈം പീപ്പിൾ അപ്ലൈ വിതൗട്ട് കെയറിങ് ഫോർ ദിസ് പ്രോസസ്. ദെൻ വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ അപ്ലൈ ഓൺലൈനാണ്. ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിലെ അല്ലെങ്കിൽ ഈ ഇൻ്റർനെറ്റിൽ ഏതെങ്കിലും തകരാറ് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ അപേക്ഷ പോയിട്ടില്ല, സംശയം വരും, വീണ്ടും നിങ്ങൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എലിക്കുട്ടൻ ഹാസ് അപ്ലൈഡ് 4 times. അപ്പോൾ 4 പ്രാവശ്യം പുള്ളിയുടെ പേര് വരും. ബിക്കോസ് ദിസ് സോഫ്റ്റ്വെയർ ഡസ് നോട്ട് ഹാവ് ഇൻബിൽറ്റ് മെക്കാനിസം ടു അവോയ്ഡ് ദ ഇറ്റ് വിൽ അക്സെപ്റ്റ്. അപ്പോൾ ശ്രീദേവി 4 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ 4 പ്രാവശ്യം പേര് വരും. This software will not say that you have applied already, we will not accept your application. 4 പ്രാവശ്യം വീണ്ടും accept you. Then well, ഈ ഉണ്ടായിട്ടുള്ള സംഭവം എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാക്കുന്നത് എങ്ങനെ ഇവരെ ഡബിൾ വോട്ട് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ദിസ് വെരിഫിക്കേഷൻ ഈസ് ഗോയിങ് ഓൺ അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ ഇൻ ഓൾ 140 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബിക്കോസ് വി ഡോണ്ട് വെയിറ്റ് ഫോർ എനി കംപ്ലൈൻറ്റ്. ഞങ്ങൾ എല്ലാ ഡയറക്ഷൻ കളക്ടർമാർക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഫീൽഡ് ലെവലിൽ BLOs are doing the physical inspection of all these voters. They will prepare a booth-wise list. Booth-wise list will be prepared and it will be shared with all the presiding officers. അയാൾ യഥാർത്ഥത്തിൽ എവിടെയാണ് എവിടുത്തെ റെസിഡൻ്റ് ആണ് ആ സ്ഥലത്ത് മാത്രമേ വോട്ട് ചെയ്യാൻ അയാൾക്ക് സാധിക്കും. 2 സ്ഥലത്ത് പേര് ഉണ്ടെങ്കിൽ 2ാമത്തെ പോളിംഗ് ബൂത്തിലെ 3ാമത്തെ പോളിംഗ് ബൂത്തിലെ അനുവദിക്കുകയില്ല. In Kasaragod, we have found in the investigation that one voter has been given 5 cards. ആ കുട്ടിയുടെ പേര് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പേര്? ബഹുമാൻപെട്ട കുമാരിക്ക് 5 കാർഡ്. അപ്പോൾ 4 കാർഡ് നശിപ്പിച്ചിട്ടുണ്ട്, കണ്ടുപിടിച്ച്. ബിക്കോസ് യു കനോട്ട് കീപ് മോർ ദാൻ 1 കാർഡ്. അത് അന്വേഷണം നടത്തി എന്താണ് സംഭവിച്ചത്? ഈ BLO അന്വേഷണം നടത്തിയപ്പോൾ BLO റിക്കമെൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ബഹുമാൻപെട്ട AERO, അസിസ്റ്റൻറ്റ് ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസർ, 4 കാർഡ് ഇഷ്യൂ ചെയ്തു. AERO Uduma, she has been suspended today. Okay, she has been suspended today.
And disciplinary proceedings have been started against the AERO, maybe a deputy Tahsildar. I don't want to name anyone, but this kind of action is going to take place in other district also, because ഇത് ആരംഭിച്ചതേ ഉള്ളൂ നമ്മൾ. ബിക്കോസ് രോഗം മറച്ച് വെച്ചാൽ രോഗം പോകുകയില്ല. രോഗം കണ്ടുപിടിച്ചാൽ അതിൻ്റെ നല്ല ഒരു ചികിത്സയാണ് വേണ്ടത്. So we started our action now. ASD list, absentee, dead and shifters-ന്റെ ലിസ്റ്റ് തയ്യാറാക്കി അതാത് പോളിംഗ് ഓഫീസർമാർക്ക് കൊടുക്കാം പരസ്പര കൈമാറും. And we will ensure that only the eligible voter will only be allowed. He will not be allowed at 2-3 places. These are some of the brief points I wanted to share with you. Another important point is that ഈ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മീറ്റിംഗ് പല ഘട്ടത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഓഫീസിലും ജില്ലാ കലക്ടർമാരുടെ സാന്നിധ്യത്തിലും. അവിടെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനോട് ഒരു അഭ്യർത്ഥന ഞങ്ങൾ പറഞ്ഞത് BLAs അപ്പോയിൻറ്റ് ചെയ്യണം. BLAs, ബൂത്ത് ലെവൽ ഏജൻറ്റ്സ്, ടു കോർഡിനേറ്റ് വിത്ത് ദ BLOs. അപ്പോൾ ഇവരെ ആരും ഞങ്ങൾ പറഞ്ഞ പോലെ ലിസ്റ്റ് കൊടുക്കാറില്ല പൊളിറ്റിക്കൽ പാർട്ടി. ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് നടക്കുന്ന സമയത്ത് ഈ വർഷം നമുക്ക് ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് ഫയൽ ചെയ്യാൻ 1.5 മാസമാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നിട്ടുള്ളത്. ആ കാലഘട്ടത്തിലാണ് ഈ ക്ലെയിംസ് ആൻഡ് ഒബ്ജെക്ഷൻസ് പൊളിറ്റിക്കൽ പാർട്ടീസ് തരേണ്ടത്. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവരെ ഉറങ്ങിപ്പോയി. ഇപ്പോഴാണ് അവർക്ക് they have now awakened at the verge of the elections, and there is no time to do this exercise of removal right now. It will be done after the elections. What we can assure to the people that even if somebody's name is at 3 or 4 places, he will be allowed to vote only at one place. Those booth-wise lists of these people who are in the complaint of the opposition leader, as well as ഞങ്ങൾ സ്വയമേതായി കണ്ടുപിടിക്കുന്ന വോട്ടർമാരുടെ ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് അതാത് ബൂത്തിൽ ഞങ്ങൾ കൊടുക്കാൻ പോകുകയാണ്. There will be webcasting also, and there will be extra vigilance at all the polling booths. മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം. കനകമഹലല്ല മാഷേ, ഇനി മുതൽ കനകയാണ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നാടും നഗരമൊക്കെ മാറുകയല്ലേ, നമ്മളെ കനകയൊന്ന് തിളങ്ങട്ടെന്ന്. പുത്തനത്താണിയുടെ സ്വന്തം കനകമഹൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കനക ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.